ഭാരതി കണ്ണു തുറക്ക് ഭാരതി. ഡോക്ടർ, എങ്ങനെയുണ്ട് എന്റെ ഭാരതിക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങളവരുടെ ഭർത്താവാണ് അനന്തകൃഷ്ണൻ. ഡോക്ടർ, ഭാരതിക്ക് എങ്ങനെയുണ്ട്? നോക്കൂ മിസ്റ്റർ അനന്തകൃഷ്ണൻ, വി ആർ എക്സ്ട്രീംലി സോറി. എന്ന് വെച്ചാ ഡോക്ടർ എന്താ പറയുന്നത്? അവർ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ശ്രമിച്ചു നോക്കാനേ പറ്റിയുള്ളൂ. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴേക്കും ആള് പോയി. I think it is a case of cardiac arrest. കണ്ണീരും കഷ്ടപ്പാടും വേദനകളും അല്ലാതെ നിനക്ക് ഞാൻ ഒന്നും തന്നില്ല. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കാൻ വന്നപ്പോൾ അതൊന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ താൻ പോയോ? ഇത്രയും നാൾ കാത്തിരുന്ന് ഞാൻ ഓടി വന്നത് നിന്നെ ഇങ്ങനെ കാണാനായിരുന്നു. നാളെ നീ കാണാൻ കൊതിച്ച നമ്മുടെ അഭിമോന്റെയും അമൃതമോളുടെയും കല്യാണമല്ലേ? അത് കാണാൻ അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയെങ്കിലും നിനക്ക് കാത്തു നിൽക്കാമായിരുന്നില്ലേ? ഞാനിനി അവരോട് എന്ത് പറയും? ഈശ്വര, നീ ഇത്ര കരുണയില്ലാത്തവനായിരുന്നു. ആർക്കും വേണ്ടാത്ത പടുപാപിയായ എന്നെ എടുത്ത് എന്റെ ഭാരതിയെ തരാമായിരുന്നില്ലേ? ഡോക്ടർ. യെസ്, കേറി വരൂ. എന്താ സിസ്റ്ററെ, ഇനി എമർജൻസി? മെഡിക്കൽ എമർജൻസി അല്ല സർ, മറ്റൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? ഡോക്ടർ, ഇപ്പൊ ഡെത്തായ പേഷ്യന്റിനെ ഡോക്ടറിന് അറിയാവോ? ആളെ മനസ്സിലായോ? ഇല്ല, അതൊരു എമർജൻസി കേസ് ആയിരുന്നില്ല. മാത്രമല്ല അറിഞ്ഞിരിക്കാൻ അവരെന്റെ പേഷ്യന്റും ആയിരുന്നില്ല. അയ്യോ, പേഷ്യന്റിനെ അറിയാവോന്നല്ല, അല്ലാതെ വ്യക്തിപരമായിട്ട് മനസ്സിലായോന്നാ. ചുമ്മാ വളച്ചു കേട്ടാതെ കാര്യം പറ സിസ്റ്ററെ, എനിക്കറിയില്ല. ഡോക്ടറെ, ഡോക്ടർ ചേട്ടൻ മൈക്കിൾ ഡോക്ടറെ മെഡിക്കൽ ബോർഡ് പുറത്താക്കാൻ കാരണക്കാരി ആരാ? പഴയ സിസ്റ്റർ അനഘയെ ഓർമ്മയുണ്ടോ? അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു പേരല്ലല്ലോ സിസ്റ്ററെ അത്. ആ, എന്നാൽ ആ അനഘയുടെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ അമ്മയത്. സത്യമാണോ?
സത്യം. മാത്രമല്ല അനഘയുടെ ചേച്ചിയുടെ കല്യാണോ നാളെ. അനഘയെ കല്യാണം കഴിക്കാൻ പോകുന്നതേ അന്നൊപ്പം നിന്ന് ആ പയ്യനാ. സിസ്റ്റർ അനഘ. അവള് എന്റെ ഏട്ടനും ഞങ്ങൾക്കുമുണ്ടാക്കിയ നഷ്ടങ്ങളുടെയും നാണക്കേടിന്റെയും കണക്ക് ചെറുതല്ല. അവൾക്ക് നാളെ കല്യാണം. ആ കുടുംബത്തില് ഈ മരണ വാർത്ത അറിയുമ്പോ ആ കല്യാണം മുടങ്ങുമായിരിക്കും അല്ലെ ഡോക്ടറെ? എന്തായാലും ഞാൻ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ നോക്കട്ടെ. സിസ്റ്ററെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ വരട്ടെ. ഡോക്ടർ അത് ഞാൻ പറയാം, എന്നിട്ട് മതി.